എന്നാ ഞാൻ ഇറങ്ങട്ടെ. നിങ്ങൾ തീർക്കാതെ പിന്നെ ഇത് മുഴുവൻ ഞാൻ ഫിനിഷ് ചെയ്യണ്ടേ? എടോ പൊട്ടിച്ച കുപ്പിയും പിറന്നിരിക്കണ പെണ്ണും സെയിമാ. അതെന്താ? രണ്ടും ടെൻഷനാന്നേ. താൻ ഒരു പെഗ് എടുത്ത് വെച്ച് കഴിച്ച മുട്ടിക്കടോ. പിന്നെ പൊട്ടിക്കാത്ത കുപ്പി തലക്കുമ്പോ ടെൻഷനാ. കാലത്ത് രാവിലെ എത്തിക്കാൻ സാറേ. അപ്പൊ ഗുഡ് നൈറ്റ്. ഗുഡ് നൈറ്റ്. എന്താണോ തോക്ക് എവിടെയെങ്കിലും ഇവിടെ നിന്ന് സൂക്ഷിച്ചു വെക്കുന്നേ? വെറുതെ മനുഷ്യരെ പേടിച്ചോളന്നില്ല. ഞാൻ വിചാരിച്ച് വിജിലൻസ് ആണ്. ആ ശരി ശരി പൊയ്ക്കോ. അയ്യോ ആലീസ്, അപ്പോ ആലീസ്, അയ്യോ അയ്യോ ഓ ഓ അയ്യോ ആലീസ്, ആലീസ് എന്താ അവിടെ? ആരാ? ആലീസ്. ആലീസോ? ആ ആലീസ്. എവിടെ ആലീസ്? എവിടെ ആലീസ്? എവിടെ? ആലീസിന്റെ പ്രേതം. പ്രേതോ? സാറിന് പറയില്ല. ശുക്ര ജോണി എന്താ നോക്കണ? എവിടെ പോയി? എവിടെ? ഞാനിങ്ങനെ ഇടക്കിടക്ക് കാണാറുള്ളതാ. ഇന്നിനി പോയാൽ ശരിയാവില്ല സാറേ. എവിടുന്ന് കിട്ടിയടോ ഈ മണക്കൂസിനൊക്കെ? അതെ, ഇന്നത്തേക്ക് ഇവിടെ കിടക്കട്ടെ സാറേ. ആ ഹലോ. ആരത്? മനുഷ്യനെ രാത്രി ഉറങ്ങാനും സമ്മതിക്കൂല. ഹലോ. എക്സിക്യൂട്ടീവ് എഞ്ചിനീയറെ ഒളിപ്പിച്ചു കിടത്തിന്റെ ടെൻഷൻ മറന്നുറങ്ങാൻ എത്ര പെഗ് സേവിക്കേണ്ടി വന്നു ചീഫ് എഞ്ചിനീയർ സാറേ. ആരാ നീ? ഞാനൊരു ന്യൂസ് ചാനലിൽ നിന്നാ. ന്യൂസ് ചാനലിൽ നിന്നോ? അതിന് ഞാൻ എൻ്റെ TV ഓഫ് ചെയ്ത് വെച്ചിരിക്കുകയാണല്ലോ. ചാനലിന്റെ ഓഫീസിൽ നിന്ന്. ഉരുൾപൊട്ടലുണ്ടാകുമെന്ന് പറയാൻ പൂനെയിൽ നിന്നും ഇറക്കുമതി ചെയ്ത ജിയോളജിസ്റ്റുകൾക്ക് എത്ര വെച്ച് കൊടുക്കേണ്ടി വന്നു? സത്യം പറ, ആരാ നീ? വെള്ളിമല ഡാം ഉപേക്ഷിക്കാൻ നിങ്ങളൊക്കെ കൂടെ നടത്തുന്ന പൊറാട്ട് നാടകത്തിന്റെ എല്ലാ ഡീറ്റെയിൽസും എനിക്കറിയാം. അധികം താമസിയാതെ ആവശ്യത്തിന് എരിവും പുളിയും ചേർത്ത് ഞങ്ങളത് ജനങ്ങൾക്ക് വിളമ്പുന്നുണ്ട്. ഇത് ഒളിക്യാമറകളുടെ കാലമാണ്. വൈകിട്ട് അവിടെ ഇരുന്ന് മോന്തി വെച്ച് കണകുണ പറയുന്നത് വരെ ഒടുക്കം തെളിവായിട്ട് വരും. പറഞ്ഞില്ലെന്ന് വേണ്ട. ഹലോ. അയ്യോ ശുക്ര, ശുക്ര ജോണി. എടാ ശുക്ര ജോണി, എന്റെ പുറകിൽ ഒളിക്കാമറടാ, തല്ലി പൊളിക്കടാ. അതിനകത്തൊന്നും ഇല്ലേ? ഇല്ല സാർ, ഇതിനകത്തുണ്ടാവും. അടിച്ചു ഇതിനകത്തുമില്ല. എടാ നോക്കിക്കതാ, TV വിളിക്കണം. എന്താ ഈ കാണിക്കുന്നേ? എടാ ഒളിക്യാമറേ, അത് കണ്ടുപിടിക്കാൻ പാടാ. ഇതേ വഴിയുള്ളൂ. പൊട്ടിക്കടാ. സോണിയുടെ ടിവിയാ. സോണിയുടെ TV, ഇത് ജോണിയുടെ ഒളിക്യാമറ അല്ലേ? ഇനി എന്തിട്ടുള്ളേ സാറേ? AC കാണാം. AC എന്ത്? AC ചാക്കോട കളി. ഒളിക്യാമറൊക്കെ തവിട് പൊടിയായി കാണും. ഫോണിലേക്ക് ഒരു കോള് വന്നാ അത് കോൾ ലിസ്റ്റിൽ ഉണ്ടാവില്ലേ ചാക്കോ സാറേ? മൊബൈൽ കമ്പനിക്കാരെ വിളിച്ചപ്പോഴും സാറിന്റെ നമ്പറിലേക്ക് അങ്ങനെ ഒരു കോള് വന്നിട്ടില്ല. ഇനി മദ്യം തലയ്ക്ക് പിടിച്ച് സാറ് വല്ല സ്വപ്നം കണ്ടതാണ്. തലയ്ക്ക് പിടിക്കാൻ മദ്യം എന്തോ മെത്രാനച്ഛനാണ് തലയ്ക്ക് പിടിക്കാൻ. താനെ SP വിളിച്ച കാര്യം പറഞ്ഞ? ഞാൻ വിളിച്ചിരുന്നു. താനാണ് ഒന്നുകൂടെ വിളിച്ചു തന്നെ. ഹലോ ജോഷി, താനെവിടെയാടോ? കോള് വന്നു എനിക്ക് ഉറപ്പാന്നേ. നമ്മുടെ രഹസ്യങ്ങൾ അറിയാൻ. ആരായിരിക്കൂടോ അവൻ? എന്തായാലും ചാനലുകാരനല്ല. കൊല്ലുന്നതിന് മുമ്പ് സമ്മതം ചോദിക്കുന്ന ശീലം അവർക്കില്ല. നിങ്ങളുടെ ആ ക്യാമ്പ് ഓഫീസറില്ലേ, ആ അനിത,
അവള് പറയൂ. ഏയ് അനിതേ, ഏയ് അവളൊരിക്കലും ഒരു കാര്യവും പുറത്തു പറയില്ല, അതെനിക്കെല്ലാം ഉറപ്പാ. ആ ഇന്നലെ സമരപ്പന്തലി വെച്ച് കണ്ടപ്പോൾ ക്യാമ്പ് ഓഫീസർ ശരിക്കൊന്ന് ഗവനിക്കാൻ പറ്റിയില്ല. അല്ല, ഡാം ഇല്ലാതാക്കാൻ നടക്കുന്നവർക്ക് രഹസ്യമായിട്ട് ഒത്താശ ചെയ്ത് കൊടുത്തിട്ടാ ഡാമിനെ രക്ഷിക്കാൻ വേണ്ടി സമരം നയിക്കുന്നതെന്ന് അപ്പം എനിക്കറിയില്ല. എന്താ 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 ഉത്തരം പിടിപ്പോയി? നീ എന്തിനാ ഇതിനൊക്കെ കൂട്ടു നിൽക്കുന്നതെന്ന് എനിക്കറിയണം. എല്ലാം അന്വേഷിച്ചറിഞ്ഞിട്ടാണ് ഞാൻ വന്നിരിക്കുന്നത്. പറയേണ്ടതെല്ലാം നിന്നെ കൊണ്ട് പറയിച്ചിട്ടേ ഞാൻ പോകും. സോറി. ഗോപിയേട്ടാ, അകത്തേക്ക് വാ. എന്നെ കൂടെ നിർത്താൻ വേണ്ടി ചാക്കോയും കൂട്ടരും അച്ഛന് കൊടുത്ത സമ്മാനങ്ങളാ. വേറെന്താ നിങ്ങൾക്ക് അറിയേണ്ടത്? ശരിക്കും എന്താ ഉണ്ടായത് മോളെ? അറിയട്ടച്ചാ, ഇല്ലെങ്കിൽ ഇയാളൂടെ വെറുതെ എന്തിനാ? ഡാമിൽ നിന്ന് വിചാരിച്ചത്ര കറണ്ട് കിട്ടാത്തതിനെ കുറിച്ച് അറിയാൻ കുറച്ചു നാള് മുൻപ് ഞങ്ങൾ ടണലിൽ ഒരു ഇൻസ്പെക്ഷന് പോയത് ഓർക്കുന്നുണ്ടോ? എന്നെ ശരിക്കും മനസ്സിലായില്ല എന്ന് തോന്നുന്നു. ഇന്ന് ഡാമിന്റെ ടണലിൽ ഇൻസ്പെക്ഷനാ. വണ്ടി എടുക്കണോ? ഡാമിൽ നിന്ന് ടണലിലേക്കുള്ള വാൽവ് അടച്ച് ഞങ്ങൾ അകത്ത് കയറി. അന്നത്തെ ഇൻസ്പെക്ഷനിൽ ടണലിൽ ഒരു വലിയ വിള്ളൽ കണ്ടെത്തി. അനിത, അത് ഷൂട്ട് ചെയ്യും. ശരി സർ. അന്ന് സാറിനല്ലായിരുന്നോ ഡാം പണിയുടെ ചാർജ്? അകത്ത് സ്റ്റീൽ പൈപ്പ് അടിക്കാതെയാണല്ലേ കോൺക്രീറ്റ് ചെയ്തത്? എടോ, ഞാൻ ചീഫ് എഞ്ചിനീയറാ, ഞാൻ എന്നെ ചോദ്യം ചെയ്യുന്നു. എനിക്കറിയാം എന്താ ചെയ്യേണ്ടതെന്ന്. മതി മതി ഇൻസ്പെക്ഷനൊക്കെ. കൊച്ചേ, അത് ഓഫ് ചെയ്ത് വെച്ചേ. ഒരു വീഡിയോ ഫയൽ. പക്ഷെ വർഗീസ് സാർ വിട്ടുകൊടുത്തില്ല. ടണലിൽ വിള്ളലുള്ളത് കൊണ്ടാണ് ഇതിലെ ഫോഴ്സിൽ വെള്ളം വിടാൻ പറ്റാത്തത്. അതുകൊണ്ടാണ് കറണ്ട് ഉൽപ്പാദനം കുറയുന്നത്. വിള്ളൽ ഇനിയും കൂടും. അങ്ങനെ വെള്ളത്തിന്റെ ഫോഴ്സ് കുറഞ്ഞ് കുറഞ്ഞ് കറണ്ട് തീരെ ഉൽപ്പാദിപ്പിക്കാൻ പറ്റാതാവും. അങ്ങനെ സംഭവിക്കാൻ പാടില്ലല്ലോ. അതുകൊണ്ട് ഞാനിത് റിപ്പോർട്ട് ചെയ്യാൻ പോവുക. എന്നിട്ട് ടണൽ റീബിൽഡ് ചെയ്യാനുള്ള തീരുമാനവുമായി മുമ്പോട്ട് പോകും. ഡാം പണിത കോൺട്രാക്ടർ വർക്കിപ്പിള്ള ഇന്ന് ജീവിച്ചിരിപ്പില്ല. ഡാം പണിയിൽ ക്രമക്കേട് നടന്നിട്ടുണ്ടെന്ന് പുറത്തറിഞ്ഞാൽ ആദ്യം കൊടുങ്ങുന്നത് ലാഭവിഹിതം പറ്റി അഴിമതിക്ക് വേണ്ട എല്ലാ ഒത്താശയും ചെയ്തു കൊടുത്ത അന്നത്തെ വൈദ്യുതി മന്ത്രിയും ഇന്നത്തെ ആഭ്യന്തരമന്ത്രിയുമായ CK ദിനകരനാണ്.